സ്വർണത്തിന്റെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാങ്ങാൻ പോകുന്ന സ്വർണം നാളെയാകുമ്പോൾ അതിനേക്കാൾ കൂടിയ വിലയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള സ്വർണം നഷ്ടപ്പെടുമെന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. സാധാരണയായി ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടും പരിശ്രമവും കഴിഞ്ഞാണ് നമ്മൾ ചെറിയ തോതിൽ പോലും സ്വർണം വാങ്ങുന്നത്. കുടുംബത്തിനായി സുരക്ഷയായി സൂക്ഷിക്കുന്നതിനും വിവാഹം പോലെയുള്ള പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമായി വലിയ തുക ചെലവഴിച്ചാണ് അത് സ്വന്തമാക്കുന്നത്. അങ്ങനെ വിലയേറിയ ആഭരണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിന് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മനസ്സിൽ വലിയൊരു വേദനയും നഷ്ടബോധവുമാണ് ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ കല്യാണ വീട്ടിൽ നിന്നും 10 പവന്റെ സ്വർണം മോഷണം പോയ കഥയാണിത്. പിന്നീട് ആ സ്വർണം തിരികെ കിട്ടിയത് ബന്ധുവായ സ്ത്രീയിൽ നിന്നാണ്. ഭരതന്നൂരിൽ നടന്ന 10 പവൻ സ്വർണ്ണാഭരണ മോഷണ കേസിൽ ഒടുവിൽ പോലീസ് അടുത്ത ബന്ധുവായ യുവതിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 2 മാസം നീണ്ട അന്വേഷണത്തിനു ശേഷമാണ് സംഭവം പുറത്തു വന്നത്. നിഖിൽ ഭവനിൽ താമസിക്കുന്ന 33-കാരിയായ നീതുവാണ് പിടിയിലാകുന്നത്. സംഭവം നടന്നത് കഴിഞ്ഞ ജൂണിലായിരുന്നു. ഭരതന്നൂർ കാവുവിളയിലെ വീട്ടിലാണ് ആഭരണങ്ങൾ കാണാതായത്. വീട്ടിൽ വിവാഹം കഴിച്ചെത്തിയ യുവതിയുടെ നെക്ലേസും മറ്റാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത്. കുടുംബമേറെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സ്വീകരിച്ച ബന്ധുവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായതെന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തു. ജൂണിൽ ഏകദേശം 25 ദിവസം നീളുന്ന കാലയളവിൽ യുവതി ഭർത്താവിന്റെ നഗരൂർ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ഭരതന്നൂർ വീട്ടിൽ മുത്തശ്ശി അടക്കമുള്ള കുടുംബാംഗങ്ങളെല്ലാം താമസിച്ചുകൊണ്ടിരുന്നതിനാൽ ആർക്കും വലിയ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ യുവതി തിരിച്ചെത്തിയപ്പോഴാണ് വലിയൊരു പ്രശ്നം കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതെയായിരിക്കുന്നു. ആദ്യം ആഭരണങ്ങൾ എവിടെയെങ്കിലും മാറ്റിവെച്ചതാണോ എന്ന് അന്വേഷിച്ചെങ്കിലും പിന്നീട് അത് മോഷണം തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കുടുംബമേറെ ആശങ്കയിലായി. ഒടുവിൽ ഓഗസ്റ്റ് 8-നാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. പോലീസ് അന്വേഷിക്കുന്നതിനിടെ മറ്റൊരു പഴയ സംഭവവും വെളിച്ചത്തു വന്നു. ഇതിനു മുൻപും ഇതേ വീട്ടിൽ നിന്ന് വീട്ടമ്മയുടെ വളയും മോതിരവും കാണാതായിരുന്നുവത്രേ. അന്ന് ആഭരണങ്ങൾ വീട്ടിൽ നിന്നല്ലാതെ മറ്റെവിടെയെങ്കിലും നഷ്ടമായിരിക്കാമെന്ന് കരുതി പരാതി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ അത് മോഷണമായിരുന്നുവെന്ന് വ്യക്തമായി. ഇതിനിടയിൽ നീതുവിന്റെ ആർഭാട ജീവിതത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. ഇതു സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് 3 തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെങ്കിലും കുറ്റം സമ്മതിച്ചില്ല. മോഷ്ടിച്ച ആഭരണങ്ങൾ ചിലത് പ്രതി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. പിന്നെ ഇവിടെയെത്തി പണയത്തിലുള്ള ആഭരണങ്ങൾ വിറ്റു. ഈ സമയം പണയ സ്ഥാപനത്തിലെ ജീവനക്കാർ ആഭരണങ്ങളുടെ ചിത്രം എടുക്കുകയും യുവതിയുടെ ഇടപെടലിൽ സംശയം തോന്നിയതിനാൽ ചിത്രം പോലീസിന് കൈമാറുകയും ചെയ്തു. ചിത്രം പരിശോധിച്ച പരാതിക്കാരി തന്റെ മാലയാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് കാണിച്ച് നീതു ഒരു ബന്ധുവിനൊപ്പം കഴിഞ്ഞ ദിവസം പാങ്ങോട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പരിഹാരത്തിനായി ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. തുടർന്ന് പോലീസ് തെളിവുകൾ നിരത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പങ്ങോട് SHO ജി ജിനേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.